ആ വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ആരും കാണുന്നില്ല. എടാ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടുത്തെ സാഹചര്യം അതാ. ഞാൻ പിന്നെ എന്താ ചേട്ടാ ഈ പറയണ്ടേ? നിങ്ങൾ ലീവിന് വരാന്ന് വാക്ക് പറഞ്ഞ കാര്യമല്ലേ? ലീവ് കിട്ടണ്ടേ? 3 വർഷമായി ഞാൻ നിങ്ങളൊന്ന് കണ്ടിട്ട്. എത്ര നാളാ നിങ്ങൾ ഇപ്പൊ ഒരു വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടാൻ ഉദ്ദേശിക്കണേ? നമ്മളെ കുടുംബത്തിന് വേണ്ടിയല്ലേ. മക്കളങ്ങ് വലുതായി വരും കേട്ടോ. അവർക്കും വേണ്ടിട്ടാ. നീ ചുമ്മാ ഓരോന്ന് ഞാൻ വിഷമിപ്പിക്കല്ലേ. എന്റെ സങ്കടം പിന്നെ ഞാൻ ആരോടെ പറയട്ടെ? നീ സമാധാനിപ്പിക്കുക, എന്നെ വിഷമിപ്പിക്കില്ലേ. നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾ ഒന്നും കൂടി ചോദിച്ചു നോക്കൂ, ലീവ് കിട്ടുമായിരിക്കും. ചോദിച്ചു നോക്കാം. വീടിന് ലോണെ കിടക്കാൻ കിടക്കില്ല, അതുകൊണ്ടാ. അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് അടക്കാം. വീടിന്റെ ലോൺ മാത്രമല്ലേ ഉള്ളു. ശരി, നമുക്ക് നോക്കാം. ഞാൻ ചോദിച്ചു നോക്കാം, കിട്ടുമോ നോക്കാം. ഞാൻ വിളിക്കാം. അബി ഇവിടെ കിടന്ന് തുള്ളാണ്ട്, എന്താ നോക്കട്ടെ ഇനി. ശരി ശരി, ആയിക്കോട്ടെ. ശരി. എന്താ അബി? എന്താ അബി? അമ്മ അച്ഛനാണോ വിളിച്ചേ? അതെ. എന്റെ ഐഫോണിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല, അച്ഛൻ മന്നില്ല. എന്തേ അച്ഛൻ വരുന്നില്ല? എന്റെ ഐഫോൺ എങ്ങനെ കൊണ്ടുവരുന്നേ? ഐഫോണാണോ വേണ്ട, അച്ഛനാണോ വേണ്ടേ? അച്ഛൻ വരുന്നില്ലെങ്കിൽ ആരുടെയും കൈ കൊടുത്തു വിടാൻ പറ, എനിക്കിത് ആവശ്യമല്ലേ. എന്റെ അബി അച്ഛനെ ഒന്ന് വിളിച്ച് വരാൻ പറ. അബി ചേട്ടാ, അച്ഛനോട് ലാപ്ടോപ്പും കൂടെ ആരെങ്കിലും കൊടുത്തിടുന്ന വേണ്ട, വിളിക്കണ്ട. ഇതുവരാണോ നീ വിളിക്കണത്? നിനക്കൊക്കെ നാണമുണ്ടോ അങ്ങനെ വിളിച്ച ലിസ്റ്റ് പറയാനായിട്ട്? നീയൊക്കെ വിളിക്കണ്ട പിള്ളേ. അച്ഛനോട് സ്നേഹമുള്ള മക്കള് ഇവിടെ ഇടുക ഓരോ ലിസ്റ്റ്. നിനക്കൊക്കെ വേണ്ടി അങ്ങനെ അവിടെ കഷ്ടപ്പെടുന്നത്. ഭക്ഷണം കഴിക്കാം, അതിന് ഉടക്കൊന്നും വരുത്തണ്ട. അമ്മ ഞാൻ വെളിയിൽ പോവാ. അമ്മ മണി 7 എവിടെ പോവാ? ഫുഡ് കഴിക്കാൻ. ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആര് കഴിക്കും? അമ്മ രാഹുൽ വരുന്നുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുള്ള. എനിക്ക് പോണം. എന്റെ അബി ഇതിനു വേണ്ടി കാശ് എവിടെന്നാ? അക്കൗണ്ടിലുണ്ടല്ലോ. എന്ത് ഇവിടെ അക്കൗണ്ടിൽ നിനക്ക് കോളേജിൽ പോകാൻ ഇട്ട് തന്നേക്കണ അങ്ങേര്. അല്ല നിനക്ക് ഫുഡ് അടിക്കാനല്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് ജീവിതത്തിൽ വരൂല്ലേ നിങ്ങൾ എങ്ങനെ കാണിച്ച? നിങ്ങൾ എന്താ അങ്ങേർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്റെ ദൈവമേ, അങ്ങനെ ഒരിക്കലും വരില്ലേ കോട്. ആരാ അച്ഛനെ വിളിച്ചെന്നെ? ചേട്ടൻ. എന്താ വിളിച്ചു പറഞ്ഞത്? അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ വിളിച്ചത്. നീ എന്താ വിളിച്ച അച്ഛനോട് പറഞ്ഞത്? അച്ഛൻ വരുന്നുണ്ടോ? നീ വരുന്നില്ലെങ്കിൽ ഐഫോണും ലാപ്ടോപ്പും കൊടുത്തു വിടാൻ പറഞ്ഞു. നിനക്ക് നാണമുണ്ടോ അബി? നീ ഒരു മനുഷ്യനാണോ അബി? അച്ഛൻ വരുന്നില്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഒരാളുടെ കൊടുത്തു വിടാൻ നിനക്കൊന്നും വരാൻ പറയാറില്ല അബി? അമ്മ ഐഫോണും ലാപ്ടോപ്പും ഞങ്ങൾക്ക് ആവശ്യമല്ലേ. അച്ഛൻ വരില്ലാന്ന് പോയപ്പോ ആടില്ലെങ്കിൽ കൊടുത്തു വിടാൻ പറഞ്ഞു. അതിനെന്താ? അബി അച്ഛന് പനിയാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. വരുമോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നില്ലെന്നാ എന്നോട് പറയണത്. നിങ്ങളോട് അതൊന്ന് വിളിച്ചു പറയാനാ. നിങ്ങൾ പറഞ്ഞാലെങ്കിലും ഒന്ന് വരട്ടെ എന്ന് ഓർത്തിട്ട്. അമ്മ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ. അമ്മ പറഞ്ഞിട്ടാ ഞങ്ങൾ വിളിച്ചത്. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു, എന്നാ കൊടുത്തു വിടാൻ പറഞ്ഞു. അതിനെന്താ? ഇനി കഷ്ടപ്പാടൊക്കെ എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന. ഇവിടുത്തെ അച്ഛൻ മാത്രമാണോ? ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും ഇങ്ങനെ ചെയ്യുന്നേ? ഏതച്ഛനാടാ അങ്ങനെയുള്ള? എല്ലാ അച്ഛനും നീ എന്താണ് ആദ്യം പഠിക്കാൻ പോയത്? നീ എന്താ ആദ്യം പഠിക്കാൻ പോയത്? എഞ്ചിനീയറിംഗ്. എന്തോരം കഷ്ടപ്പെട്ടാണ് അഡ്മിഷൻ മേടിച്ചതെന്ന്? എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിനക്ക്? കാശ് എണ്ണി കൊടുത്തിട്ടാണ് അത് കിട്ടിയത്. അത് കിട്ടുന്നവരെ അങ്ങനെ അവസ്ഥ നിനക്കറിയോ? രാവും പോലും വിളിക്കും, എന്തായി അവിടെ അന്വേഷിക്കും, ഇവിടെ അന്വേഷിക്കും, അത് അന്വേഷിക്കും. കിട്ടിയാ? എന്നിട്ട് നീ പഠിച്ചാ? എത്ര നാൾ പോടാ നീ ക്ലാസ്സിൽ? അമ്മ എഞ്ചിനീയറിംഗിന് പോയപ്പോ എനിക്ക് മനസ്സിലായി അത് നടക്കൂലെന്ന്. അതുകൊണ്ട് ഞാൻ അനിമേഷനിൽ ജോയിൻ ചെയ്തു. അതിനിപ്പോ എന്താ? നീ ചിരിക്കരുത്. നീ എത്ര വലിയ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കഴിഞ്ഞ ദിവസം എന്താ അച്ഛനോട് പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? അത് എന്റെ ഫ്രണ്ടിനെ വിളിക്കുമായിരുന്നു. അച്ഛനാണോടി കൂട്ടുകാരിയാണോടി വലുത്? നിന്റെ ഏത് ഫ്രണ്ടാണ് നിന്റെ ഫീസ് അടക്കണത്? വിളിക്കുമ്പോ അവർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എന്താ പറയണെന്നറിയോ? കൊച്ചു പഠിക്കണല്ലേ, കുറച്ചു നേരം കിടന്നോട്ടെ. ഇവിടത്തെ പാതിരാത്രി ആവുമ്പോൾ അങ്ങേരൊന്നും ഫ്രീ ആവണത്. വിളിക്കാൻ കൊടുക്കാന്ന് പറയാ പറഞ്ഞ വേണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. മോൾ ഇവിടെ ഇരുന്നിട്ട് കൂട്ടുകാരോട് സൊള്ളണേന്ന് അപ്പനറിയില്ല. മക്കള് വലുതായി വന്നാലേ അപ്പനായിട്ട് ബുദ്ധിമുട്ടിക്കല്ല, എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങേക്ക് ഒരു താങ്ങാകാനായിട്ടല്ല. അല്ലെ നിന്നെയൊക്കെ ടിഫിൻ ബോക്സിലാക്കി കെട്ടിച്ചു വിടാനോ പറഞ്ഞു വിടാനോ ഗൾഫിൽ വിടാനോ അല്ല. അമ്മ എന്തിനാ അച്ഛന്റെ കഷ്ടപ്പാടിനെ പറ്റി പറയുന്നേ? അച്ഛൻ അവിടെ ഒരു കഷ്ടപ്പാടും ഇല്ല. അച്ഛൻ അവിടെ AC റൂമിൽ സുഖിച്ച് ജീവിക്കുക. അമ്മ കണ്ടുണ്ടോ ഗൾഫ്? അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടോ? ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? അതാണ് അച്ഛനവിടെ ഒറ്റയ്ക്ക് സൂഹിക്കണം. അതാണ് അച്ഛൻ AC കിടന്ന് സൂഹിക്കണല്ലേ അബി? നീ അച്ഛന്റെ റൂം കണ്ടിട്ടുണ്ടോ അബി? എന്തെങ്കിലും അബി മുഖത്ത് നോക്കാൻ നീ അച്ഛന്റെ റൂം കണ്ടിട്ടുണ്ടോ? സോപ്പ് പൊട്ടി കൊടുത്തൊരു മുറി അബി. അവരെന്താ 6-7 പേരുണ്ട് ആ മുറിയുടെ അകത്ത്. അച്ഛന് ജോലി ചെയ്യണ സ്ഥലം കിട്ടുന്നുണ്ടോ അബി? ഒരു രാത്രി നീ അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടോ? നിനക്കൊക്കെ നിന്റെ അപ്പനോടൊന്നും സ്നേഹം ഉണ്ടാവൂല. എനിക്കെന്നെ കെട്ടിയാ വലുതാ അബി, എനിക്കെന്നെ കെട്ടിയാ വലുതാ. എനിക്ക് വേണ്ടിയല്ല അങ്ങനെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ.
ഈ കുടുംബത്തിന് വേണ്ടിട്ടാ. നിങ്ങളിങ്ങനെ കാണിക്കല്ലേ മക്കളെ, അങ്ങനെ സഹിക്കൂല. നിങ്ങളോട് ദൈവം പൊറുക്കൂല മക്കളെ. മതിയമ്മേ, നിർത്ത്. ഒരു അച്ഛന്റെ ഗുണാധികാരം പറയുന്നു. ലോകത്താർക്ക് അച്ഛന്മാരില്ലാത്ത പോലെയാ. മോനെ ഗൾഫിലേ നിങ്ങൾ പറയുന്നത് സുഖമൊന്നുമില്ല കേട്ടാ. എന്തായാലും ഞാൻ അടുത്ത മാസം കയറുവാടാ. നീ ബെഡ് സ്പേസ് ആരും കൊടുക്കണ്ട. തിരിച്ചു വരണ്ട, ഇവിടെ സെറ്റിൽ ആകുന്നൊക്കെയായിരുന്നു പ്ലാൻ. ഒന്നും നടന്നില്ല. ഇതിലൊന്നോടെ വരണം, നല്ല കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഓക്കേടാ. നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ പോകുന്നുള്ളത് ഉറപ്പിച്ചില്ലേ? ഒന്നോടെ പോണോടി, നല്ല കാര്യങ്ങളൊക്കെ ശരിയാവും. കൊല്ലക്കുടുംബം ഇങ്ങോട്ട് വരും. ഓരോ പറയും ഇത്തവണ ഞാൻ എന്തായാലും പോകില്ലടി. അത് വിശ്വസിക്കും മണ്ടി. അതല്ലടി, നീ ഒന്നോടെ പോണം. നിന്നെ മക്കളെ ഗൾഫ് കൊണ്ട് കാണിക്കണം. പിന്നെ അവന് ഡ്യൂക്ക് അത് വാങ്ങിക്കോളും. അവർക്ക് മനസ്സിലാവില്ലല്ലോ. എന്റെ സ്നേഹം നമ്മുടെ മക്കള് തിരിച്ചറിയില്ലല്ലോ ചേട്ടാ. സാരല്ലടി, നീ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ, നിനക്കെന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ ചുറ്റുമുള്ള പലരും വീടും നാടും വിട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും അവർക്ക് വേണ്ടി ആയിരിക്കില്ല. മറിച്ച് അവരെ ആശ്രയിച്ച് കഴിയുന്ന മാതാപിതാക്കളെ, ഭാര്യയെ, മക്കളെ, അല്ലെ തൻ്റെ കൂടപ്പിറപ്പുകളെയൊക്കെ ഓർത്താവും. തനിക്ക് വേണ്ടി മാത്രമായിരുന്നേൽ പലർക്കും വേണ്ടപ്പെട്ടവരെ വിട്ടു പോകേണ്ട കാര്യമില്ല. പക്ഷേ അവർ അവിടെ എത്തി കഷ്ടപ്പെടുമ്പോൾ നാട്ടിലുള്ളവർക്ക് സുഖജീവിതം നയിക്കാനുള്ളൊരു ബലിയാടായി ഒരിക്കലും നാം അവരെ മാറ്റരുത്. നാട്ടിൽ നിന്ന് പലപ്പോഴും അത്യാഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുക, ചങ്ക് പൊട്ടിക്കൊണ്ടാവും അവർ അതെല്ലാം കേൾക്കുന്നതും ഒരുപക്ഷെ അതെല്ലാം ചെയ്തു തരുന്നതും. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്ത് തിരിച്ച് നാട്ടിലെത്തി വീട്ടുകാരുടെ കൂടെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും നാം അവരെ അവിടെ തന്നെ തളച്ചിടരുത്. എവിടെയോ കേട്ടു മറന്നൊരു ചൊല്ലുണ്ട്, ഒറ്റപ്പെടലിന്റെ വേദന അറിയാൻ പ്രണയിക്കേണ്ട ഒരു പ്രവാസിയായ മതിയെന്ന്. നിനക്ക് അവിടെ സുഖമാണോടാ എന്ന് ചോദിക്കുമ്പോൾ കണ്ണീർ തുടച്ച് സുഖമാണ് എന്ന കള്ളം പറയുന്നവനാണ് പ്രവാസി. ഇഷ്ടപ്പെട്ട എല്ലാം വിട്ടുപോയിട്ട് നമ്മളായിട്ട് നിരാശ കൂടെ അവർക്ക് കൊടുക്കാതെ അവർ നമുക്കായി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം മനസ്സിലാക്കി സ്നേഹത്തോടെ തന്നെ അവരെ നമുക്ക് ചേർത്ത് നിർത്താം.